ഹായ്, എല്ലാവർക്കും ZAIN'S ഡയറിയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ലേയർഡായിട്ടുള്ള ഒരു പറാത്ത പൂരിയാണ്. വളരെ ഈസിയായി തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായി അങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ഗ്ലാസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. മാവ് കുഴയ്ക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മുട്ടയിലേക്ക് വെള്ളം ചേർത്തത്. പോരാത്ത വെള്ളം നമുക്ക് മാവ് കുഴയ്ക്കുന്ന സമയത്ത് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് ഇടഞ്ഞു വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിനെ കൈകൊണ്ട് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാം. ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുകയാണ്. വെള്ളം കുറേശ്ശെ ചേർത്ത് വേണം കുഴച്ചെടുക്കാൻ. 3-4 മിനിറ്റ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. പെട്ടെന്ന് കുഴയ്ക്കുന്നതിന് ആവശ്യത്തിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർക്കുന്നതാണ് കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടാൻ നല്ലത്. മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ പരുവം പോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനാണ് ഞാനിവിടെ വെച്ചത്. 1/2 മണിക്കൂർ കഴിഞ്ഞ് മാവ് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇതിനെ കുറച്ചുകൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം. ഒരുപാട് കുഴയ്ക്കണ്ട. ഒരു 1/2 മിനിറ്റോളം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ ഓരോരോ ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റാം. ഞാനിവിടെ 7 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചപ്പാത്തി പലകയിലിട്ട് പരത്തിയെടുക്കാം. ആദ്യം നമുക്കിതിനെ ചപ്പാത്തി പോലെ റൗണ്ടിലങ്ങ് പരത്തിയെടുക്കാം. പരത്തിയതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് തേച്ചിരിക്കുന്നത്. അതിന് മുകളിലേക്ക് മൈദ വിതറി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനെ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുക്കണം. അതിന് മുകളിൽ നമുക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. അല്പം മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ 2 വശത്തു നിന്നും മടക്കിയെടുക്കാം. എന്നിട്ട് അതിനെ അങ്ങ് പരത്തിയെടുക്കാം. അധികം കനത്തിൽ പരത്തിയെടുക്കണ്ട. നമുക്ക് പറ്റുന്ന പോലെ സ്ക്വയർ ടൈപ്പിൽ ഒന്നങ്ങ് പരത്തിയെടുക്കാം. ഇനി ഇതിനെ നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ കട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 പീസായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുക്കുന്നതിനാവശ്യമായ എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഇട്ട് കൊടുക്കാം. എണ്ണ തിളച്ചതിന് ശേഷം ഇടാൻ നിൽക്കേണ്ട. ചൂടായി വരുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചുമിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് എണ്ണയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്ത് കോരാൻ. 2 വശവും നന്നായി ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. വളരെ സ്വാദിഷ്ടമായ ഒരു പൊറാത്ത പൂരിയാണിത്. അധികം ആരും ചെയ്തിട്ടുണ്ടാവില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.